ഈ ദൃശ്യങ്ങൾ എനിക്ക് പരിചിതമാണ്. വർഷത്തിലൊരിക്കൽ മിഠായിയുമായി വരുന്ന ഉപ്പ മടങ്ങിപ്പോകുമ്പോൾ ഉമ്മ എന്തിനാണ് കരയുന്നതെന്ന് എന്റെ കുഞ്ഞു ബുദ്ധിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്നു ഞാൻ അറിയുന്നു, വിരഹം വേദനയാണ്. ഹൃദയത്തിൽ നിന്ന് എന്തോ പറിച്ചെറിയും പോലെ, വിലപ്പെട്ടതെന്തോ നഷ്ടമാകും പോലെ. സാമീപ്യത്തിന്റെ ശീതളിമ അകന്നകന്നു പോകുന്നു. പിന്നെ വിരഹത്തിന്റെ വേനൽക്കാലം. ചെടിപ്പടർപ്പുകൾ വളർന്നു കിടക്കുന്ന വേലിത്തലയ്ക്കൽ പോസ്റ്റ്മാന്റെ തലവട്ടം കാണാനുള്ള കാത്തിരിപ്പ്. ഇന്നത് ടെലഫോണിന്റെ മണിയടി ഒച്ചയായി മാറിയിട്ടുണ്ടാവാം. പക്ഷേ ഇവരുടെ വേദനകൾക്ക് മാത്രം ഇന്നും മാറ്റമില്ല. ഒരു ടെലിഫോൺ കോളിന് ഇന്റർനാഷണൽ ട്രങ്ക് ബുക്ക് ചെയ്ത് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന സുഹൃത്തുക്കളെ പറ്റി എനിക്കറിയാം ആ കാലത്ത്. മറിച്ച് ഇന്ന് മൊബൈൽ ഫോൺ വ്യാപകമായതുകൊണ്ട്, കോൺഫറൻസിംഗ് നടത്തുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്, ചാറ്റിംഗ് നടത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് 80കളിലും 90കളുടെ തുടക്കത്തിലും ഉണ്ടായിരിക്കുന്ന വേർപിരിഞ്ഞിരിക്കുന്ന ഭാര്യയുടെ വൈകാരികമായിരിക്കുന്ന സംഘർഷം അത്രത്തോളം തീവ്രതരമായി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതിന് പ്രസക്തി ഉണ്ട് താനും. വിരഹം അത് ഒരു ദിവസമായാലും ഒരു 10 വർഷമായാലും ഒന്ന് തന്നെയാണ്. അത് ഉണ്ടാവും, സ്വാഭാവികമാണ് ആ വിരഹം ഉണ്ടാവുക എന്നുള്ളത്. കടലിനക്കരെ മണലാരണ്യത്തിൽ അവളുടെ പ്രിയതമ. ജീവിതത്തിന്റെ നല്ല നാളുകൾ മുഴുവൻ കുടുംബത്തിനു വേണ്ടി അയാൾ രാപകരില്ലാതെ കഷ്ടപ്പെടുന്നു. നാട്ടിൽ ബഹുനില കെട്ടിടം ഉയരും, ജീവിത നിലവാരം മെച്ചപ്പെടും. പക്ഷേ പെണ്ണെന്ന നിലയിൽ അവൾക്ക് കിട്ടുന്നത് എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിന്റെ സുന്ദര സുരഭില നിമിഷങ്ങൾ മാത്രമല്ല അവൾക്ക് നഷ്ടപ്പെടുന്നത്. ഉത്തരവാദിത്വങ്ങളുടെ നടുവിൽ കിടന്ന് അവൾ വീർപ്പുമുട്ടേണ്ടിയും വരുന്നു. തനിച്ച് കുട്ടികളെ വളർത്തേണ്ട ഒരു സാഹചര്യം, തനിച്ച് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കളിയാക്കലും ഒറ്റപ്പെടലുകളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സന്തോഷവും ആ സാക്രിഫൈസും കൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ കാണണം. ഗൾഫിൽ പുരുഷന്മാർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അവർക്ക് ഒന്നിലേറെ ഉത്തരവാദിത്തങ്ങളാണ് അവരുടെ തലയിൽ വന്ന് വീഴുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ, അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഞാണിന്മേൽ കളി പോലെയായിരിക്കും. ഇത് പിന്നെ ഒരു ഇടത്ത് നമ്മുടെ ശ്രദ്ധ പതിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ ഇതെല്ലാം സ്വയം പരിഹരിക്കണം. ഇതെല്ലാം ഓടി നടന്ന് അവർ തന്നെ എല്ലാം പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ എന്നിട്ട് ആ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതും ഈ സ്ത്രീയുടെ തലയിലാണ് വന്നു വീഴുക. യൗവനയുക്തകളായ സ്ത്രീകൾ തങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആവശ്യങ്ങൾ വീടിനും നാടിനും വേണ്ടി തൃണവൽഗണിക്കുന്നു. പക്ഷെ സമൂഹം അവർക്ക് പലപ്പോഴും നൽകുന്നത് അവഹേളനത്തിന്റെ കൂരമ്പുകളാണ്.
ഹോസ്പിറ്റലിൽ വളരെ അത്യാവശ്യമായിട്ട് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യാൻ പോയ ഒരു അവസരത്തിൽ ചിലപ്പോൾ അവർക്ക് ഏതെങ്കിലും അടുത്തുള്ള ടാക്സി ഡ്രൈവേഴ്സിനെയോ അല്ലെങ്കിൽ ഓട്ടോക്കാരന്മാരുടെയോ സഹായം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അത് 1-2 പ്രാവശ്യമാകുമ്പം സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരുതരം ഗോസിപ്പ് ഏത് ഫീൽഡിലും ഉണ്ടാവും. അത് ഈ ഒരു ഇതിലും അങ്ങനെ ഒത്തിരി പേര് എനിക്കറിയാം. തീർച്ചയായിട്ടും ഡിവോഴ്സിന് എത്തുന്നതിന് മുമ്പ് ഫോർച്ചുനേറ്റ്ലി അത് സോൾവ് ചെയ്യാൻ പറ്റിയവർക്ക്. പക്ഷെ അല്ലാതെ തന്നെ അപ്പം നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ ഉണ്ടാവാം. ഹസ്ബൻഡ് തെറ്റിദ്ധരിപ്പിക്കാൻ പല ആൾക്കാരുണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഗൾഫുകാരാണ് കൂടുതലുള്ളത്. അവർ അതുകൊണ്ടാണ് അസുഖങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു തരത്തിലുള്ള വികലമായ സാമൂഹിക കാഴ്ചപ്പാട് പല മലയാളികൾക്കുമുണ്ട്. വികലമായ എന്ന് പറയുവാനുള്ള കാരണം ഇത്തരത്തിലുള്ള ക്ഷമയോടുകൂടെ ഇരിക്കുന്ന ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ ആരോപണ വിധേയമാക്കുന്നത് ഒരു തരത്തിലുള്ള മാനസിക രോഗം പോലെ പലർക്കും കാണാവുന്നതാണ്. അതാണ് ഈ വികലമായ ഒരു തരത്തിലുള്ള ബോധം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സ്വന്തം വീഴ്ചകളെ മറച്ചുവെക്കാനുള്ള, സ്വന്തം അബദ്ധങ്ങളെ മറച്ചുവെക്കാനുള്ള, സ്വന്തം താല്പര്യങ്ങളെ സഫലീകരിക്കുവാൻ സാധിക്കാതെ പോകുന്നതിനുള്ള കുറ്റബോധം മറച്ചുവെക്കുവാനുള്ള മലയാളികളുടെ ഒരു തന്ത്രം കൂടിയാണ് ഈ ഭാര്യമാരെ ആരോപണ വിധേയമാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വശത്ത് ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്നത് മൂലമുണ്ടാകുന്ന അന്തസ്സംഘർഷങ്ങൾ, മറുവശത്ത് സമൂഹത്തിന്റെ കുത്തുവാക്കുകളും തുറിച്ചുനോട്ടവും. സഹനം മാത്രമാണ് ഗൾഫ് ഭാര്യമാരുടെ പോംവഴി. തലയിണ മാത്രമായിരുന്നു അവളുടെ കണ്ണുനീരിന്റെ നനവ്. ലോകത്തിൽ മാതൃകയില്ലാത്ത വിധം ഗൾഫിലുള്ള ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരോട് മാത്രമായുള്ള ബന്ധം വെച്ച് പുലർത്തുന്നത് കാണാൻ സാധിക്കും. വളരെ പരിമിതമായേ ഇതിന് നമുക്ക് അപവാദങ്ങൾ പറയാൻ സാധിക്കൂ. അത് നമ്മുടെ ഇവിടെയുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും കാണാവുന്നതാണ് താനും. അത്തരം സ്ത്രീകളുടെ ആ ഒരു സഹനം, അതിന്റെ ആ സഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തീർച്ചയായിട്ടും കാശുണ്ടാവും, ഇല്ലാന്നല്ല, കാശുണ്ടാവും. പക്ഷെ ആ ഒരു കണ്ണുനീരിന്റെ ഒരു വിലയാണ് ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു അടിത്തറ. ഇതിനൊരു മറുവശവുമുണ്ട്. നാട്ടിലെ ഭാര്യമാരെ പിരിഞ്ഞ് ഗൾഫിൽ കഴിയേണ്ടി വരുന്ന ഭർത്താക്കന്മാരുടെ ദുരിത ജീവിതത്തിന്റെ കഥ. എസ് എ ജമീൽ എഴുതിയ ഏറനാടൻ പെണ്ണിന്റെ കത്തിന് അദ്ദേഹം തന്നെ മറുപടിയും എഴുതിയിട്ടുണ്ട്. അബുദാബിയിലുള്ളോരെഴുത്തുപെട്ടി അന്ന് തുറന്നപ്പോൾ കത്ത് കിട്ടി. എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി. മധുരാനുഭൂതികളയവിറക്കി മനസ്സിൽ വീണടിയും പൂപ്പേറുക്കി. കരളിൽ ചുടുരക്ത മഷിയിൽ മുക്കി കത്തിന്റെ കതിർമാല കോർത്തൊരുക്കി. വാക്കുകൾ കൂരമ്പായി കുത്തി തറക്കുന്നു, വാക്യങ്ങൾ ഒരു ഈർച്ചപാടായറുക്കുന്നു. കരളിനെ 100 കഷ്ണം നുറുക്കുന്നു, കത്തുപിടിച്ച കൈകൾ വിറക്കുന്നു. ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി, ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി. കത്തിന് മറുപടി തരാനൊരു പിടിയില്ല, മുട്ടിപ്പോയി ഉത്തരം മുട്ടിപ്പോയി.
നാട്ടിൽ കാണുന്ന പളവളപ്പ് പോലെ അത്ര മനോഹരമല്ല പ്രവാസ ജീവിതം എന്നതാണ് നേരെ. പലപ്പോഴും അപകടകരമായ സാഹചര്യത്തിലാണ് ഗൾഫിൽ പണിയെടുക്കേണ്ടി വരുന്നത്. എന്തെന്ത് സുഖഭോഗം നിനക്കിന്നുണ്ടെന്നാലും എന്നും സ്വർണം വെച്ചു വിളമ്പി നീ തിന്നാലും ഏറെ പോറിയും പണങ്ങൾ തീർന്ന് വന്നാലും എത്രയും സൂക്ഷിച്ച് വീട്ടിൽ നീ നിന്നാലും പറ്റിപ്പോകും തെറ്റി പറ്റിപ്പോകും പറ്റിപ്പോകും പെണ്ണ് തെറ്റിപ്പോകും അയലത്ത് കടമെടുത്തിടുമൊടു കടുവതിൽ പെട്ടും പോകും നീയും പെട്ടും പോകും. ഗൾഫ് കുടിയേറ്റം അത്ര സുന്ദരകരമായ കാര്യമല്ല. പുറമേ ചിലപ്പോൾ അവര് കുറെ വീടൊക്കെ വെക്കാമായിരിക്കും, അല്ലെങ്കിൽ പുറമേ അവരുടെ ഒരു മെച്ചമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ തോന്നുമായിരിക്കും. എന്നാൽ ഇതിന്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ അപ്പനും മകനും അല്ലെങ്കിൽ കുടുംബവുമായിട്ട് പിരിഞ്ഞ് വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിൽ ഗൾഫിലെ വർക്കർ ക്യാമ്പുകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും വളരെയധികം സമയം ജോലി ചെയ്ത് വളരെ മോശമായിട്ടുള്ള ക്ലൈമറ്റിലും വളരെ പീഡനങ്ങൾ സഹിച്ചും ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ഈ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും 50,000 കോടിയോളം രൂപയാണ് വിദേശ മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്നത്. ഇതിൽ സിംഹഭാഗവും ഗൾഫ് മലയാളികളുടെ വിയർപ്പിന്റെ വിലയാണ്. 1970-കളുടെ മധ്യം മുതൽ കേരള സമ്പദ്ഘടനയിലും ഏറ്റവും കൂടുതൽ സാമ്പത്തിക സാമൂഹ്യ ചലനം സൃഷ്ടിച്ചിട്ടുള്ളത് ഗൾഫ് കുടിയേറ്റമാണ്. അപ്പോ നമുക്കിപ്പോ തന്നെ ഏതാണ്ട് ഒരു പ്രതിവർഷം 50,000 കോടി രൂപയിലധികം വിദേശ കുടിയേറ്റക്കാരിൽ നിന്ന് പണമായിട്ട് കിട്ടുന്നുണ്ട്. സർവ്വസുഖ സൗകര്യങ്ങളും ബലികഴിച്ചുകൊണ്ട് അറബി നാട്ടിൽ പണിയെടുക്കുന്ന മലയാളികളുടെ വരുമാനമാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ. ഇവിടെ ഇന്ന് നാം കാണുന്ന സുഖ സൗകര്യങ്ങളേറെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഗൾഫുകാരൻ നാട്ടിലേക്ക് അയക്കുന്ന പണം കൊണ്ടാണ്. മെച്ചപ്പെട്ട വീടുകൾ, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, മെച്ചമായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഗതാഗത രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ, പിന്നെ കച്ചവടം, വ്യവസായം, മറ്റ് മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ, പിന്നീട് ഈ തൊഴിലവസരങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു. കേരളത്തിലുള്ള ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലതും ഗൾഫ് കുടിയേറ്റത്തിന്റെ പ്രതിഫലനമാണ് കാണുന്നത്. ഒന്ന്, ഗൾഫിൽ പോയ ആളുകളുടെ കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. രണ്ട്, ഗൾഫിൽ പോയ ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് അവരവരുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ചില സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക. അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ കുടിയേറുന്നവർ സ്വന്തം കുടുംബത്തെ കൂടെ കൂട്ടുന്നു. തങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിലേറെയും കുടുംബത്തോടൊപ്പം അവിടെ ചെലവഴിക്കുന്നു. അവർക്ക് സമ്പത്തിനൊപ്പം ജീവിതവും ഉണ്ടാകുമ്പോൾ ഗൾഫുകാരന് പണം മാത്രം ബാക്കിയാകുന്നു. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഗൾഫിലുള്ള സാമ്പത്തികാവസ്ഥ ഏറെ സഹായകരമാണ് അവരുടെ സംഘടനയെ നിലനിർത്താൻ. നമ്മുടെ മതപരമായ സംഘടനകളിൽ ഇത് വ്യക്തമാണ്. ഇന്ന് ഒരു സ്ഥാപനം, ഒരു ആരാധനാലയം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയി അതിന് സാമ്പത്തികമായ പിന്തുണ നേടുന്നവരാണ്. പ്ലാൻ ഉണ്ടാക്കുന്നു, സ്ഥലം പോലും വാങ്ങിയിട്ടുണ്ടാവില്ല. സ്ഥലം പോലും ഇല്ലാത്ത ഒരു ആരാധനാലയത്തിന് അവിടെ ഗൾഫ് സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫുകാരുമായി ബന്ധമുള്ള തദ്ദേശീയരിൽ നിന്ന് സാമ്പത്തികമായ പിന്തുണ നേടുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഓർമ്മകളിൽ ഒതുങ്ങിപ്പോകുന്ന സുന്ദര നിമിഷങ്ങൾ. മധുരം നിറച്ച ആ മാംസപ്പൂവൻപഴം മറ്റാർക്കും കൊടുക്കില്ലെന്ന് അവനറിയാം. എങ്കിലും അവളുടെ തെറ്റിന്റെ കാരണക്കാരനാവാൻ ഇഷ്ടപ്പെടാതെ എസ് എ ജമീലിന്റെ പാട്ട് കേട്ട് നാട്ടിലെത്തിയവർ നിരവധിയാണ്. അറിയാത്തൊരു ഭർത്താവ് പൊന്നൻ അവനാണവളുടെ തെറ്റിന്റെ കർത്താവ്. അവൾ
അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. കേൾക്കുന്നില്ലേ, നമ്മൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, നമ്മൾ കാണുന്നില്ലേ, സംഭവം അതും ഇതും അവിഹിതം പലതും നടന്നിട്ടില്ലേ, ഇപ്പോഴും നടക്കുന്നില്ലേ, ഇനിയും നടക്കുകയില്ലേ. ഗൾഫുകാരന്റെ പണം മാത്രം തിന്നു കൊടുക്കുന്ന സർക്കാരുകളോ സമൂഹമോ അവർക്ക് വേണ്ടി കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് കരുതാൻ വയ്യ. ഈ വിയോഗവും നഷ്ടസ്വപ്നങ്ങളും നാളിതുവരെ കാണാൻ ആരുമുണ്ടായിട്ടുമില്ല. രണ്ടാം ഖലീഫയായിരുന്ന ഉമറിന്റെ കാലത്ത് ഈ സൈനിക വൃത്തിക്കായി നിയോഗിക്കപ്പെട്ട പുരുഷന്മാർ വീട് വിട്ട് ഏറെ നാൾ പുറത്ത് താമസിക്കേണ്ടി വന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഒരിക്കൽ ഉമർ സ്വന്തം മകളെ വിളിച്ചിട്ട് ഒരു കാര്യം തിരക്കി. പുരുഷന്മാരെ പിരിഞ്ഞിരിക്കാൻ അവരുടെ ഇണകൾക്ക് എത്ര കാലം കഴിയുമെന്ന്. അപ്പോൾ ഹഫ്സ അതിന് പറഞ്ഞ മറുപടി 4 മാസം എന്നാണ്. അതിൽ ചെറിയൊരു സംശയമുണ്ട്, എന്തായാലും 4 or 6 മാസം. അതിനുശേഷം ഉമർ ഉടനെ തന്നെ ഒരു ഉത്തരവിറക്കി, 6 മാസം കഴിഞ്ഞാൽ എല്ലാ സൈനികരും അവരുടെ ലീവിൽ പ്രവേശിക്കണമെന്ന്. 3, 4, 5 വർഷം കഴിഞ്ഞു മാത്രം നാട്ടിൽ വരാൻ കഴിയുന്ന മലയാളികൾക്ക് വർഷത്തിൽ 2 തവണയെങ്കിലും വീട്ടിലൊന്ന് വരാനുള്ള സൗകര്യമുണ്ടാക്കാൻ നമ്മുടെ സർക്കാരിനാവില്ലേ? വർഷാവർഷം 50,000 കോടി വാങ്ങി കീശയിലിടുമ്പോൾ ചെലവ് രഹിതമായി അവരെ നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും ഉണ്ടാക്കി കൊടുത്തുകൂടെ? മടക്കല്ല പെൺ എന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിൽ വെടിവെച്ചോരിരട്ട കുഴൽ തോക്കാണ്. മാനാഭിമാനമുള്ള പുരുഷന്റെ